ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എജ്യൂക്വസ്റ്റ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പൈത്തണിനകത്തുള്ള ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്ക് എക്സാമിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പഠിക്കാൻ നല്ല സുഖമുള്ള ഒരു ടോപ്പിക്കാണ് പൈത്തൺ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിൽ ഓൾമോസ്റ്റ് ഒരു 7 ഓപ്പറേറ്റേഴ്സാണ് വരുന്നത്. എണ്ണത്തിൽ കുറേ ഉണ്ടെങ്കിലും നമുക്കത് പഠിക്കാൻ ഭയങ്കര ഈസി ആയിട്ട് പഠിക്കാനും അതൊരു ടേബിൾ സ്ട്രക്ചറിലാണ് നമ്മൾ ആ 7 പഠിക്കാറ്. അപ്പം നമുക്ക് അത്രയും ഈസി ആയിട്ട് നമുക്ക് ആ ഒരു 7 പഠിക്കാൻ പറ്റും. അപ്പോൾ ആദ്യത്തെയാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. നമ്മൾ ആദ്യം മനസ്സിലാക്കുക എന്താണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ. ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓപ്പറൻസിൻ്റെ മേലെ ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ആൾക്കാരെയാണ് നമ്മൾ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഓപ്പറൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ വേരിയബിൾസ് ആയിരിക്കും. ലൈക്ക് ഇപ്പോൾ നമ്മൾ 2 നമ്പേഴ്സിനെ ആഡ് ചെയ്യുവാണ്. അപ്പോൾ 2 നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ 2 എന്ന് പറയുന്ന നമ്പറും ഉണ്ട്, ഒരു 4 എന്ന് പറയുന്ന നമ്പറും ഉണ്ട്. ഇവിടെ 2ഉം 4ഉം എന്ന് പറയുന്നത് ഓപ്പറൻറ്റുകളാണ്. ആൻഡ് ഇത് രണ്ടിനെയും ചെയ്യുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്? അഡിഷനാണ്. അപ്പോൾ അഡിഷൻ നമ്മൾ പ്ലസ് സിമ്പിൾ യൂസ് ചെയ്യും. ഈ പ്ലസ് സിമ്പിളാണ് നമ്മുടെ ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ എന്താണ്? 2 ഓപ്പറൻറ്റുകൾക്കിടയിൽ നമുക്ക് ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആളാണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ സിമ്പിളാണ്. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ച പോലെ പ്ലസ്, മൈനസ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇതൊക്കെയാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിൽ വരുന്നത്. അപ്പോൾ നമ്മൾ എക്സാമിന് എഴുതുന്ന സമയത്ത് ആദ്യമേ ഒരു ഹെഡിങ് കൊടുക്കുക, പൈത്തൺ ഓപ്പറേറ്റേഴ്സ്. അതിൻ്റെ താഴെ ഒരു സബ് ഹെഡിങ് കൊടുക്കുക, അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. അതിൻ്റെ താഴെ നമ്മൾ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. അതായത് എന്താണ്? ഒരു ബേസിക് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ബേസിക് ഡെഫിനിഷൻ നമ്മൾ ആദ്യം കൊടുക്കുക. എന്നിട്ടൊരു ടേബിൾ വരയ്ക്കുക. അതിൽ 3 കോളം വേണം: ഓപ്പറേറ്റേഴ്സ്, ഓപ്പറേഷൻ, ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ നമ്മൾ ഓപ്പറേറ്റേഴ്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്കറിയാവുന്ന ഒരു ഓപ്പറേറ്ററാണ് അഡിഷൻ പ്ലസ് സിമ്പിൾ. അതെന്തിനാണ്? നോർമലി നമുക്കറിയാം അഡിഷൻ ഓപ്പറേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് 2 നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ 2 വാല്യൂസിനെ തമ്മിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സിമ്പിൾ കോൺസെപ്റ്റാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഡിസ്ക്രിപ്ഷൻ്റെ സൈഡിൽ എഴുതണം അഡിഷൻ ഓപ്പറേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് 2 വാല്യൂസുകൾ തമ്മിൽ അഡിഷൻ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെയാണ് സബ്ട്രാക്ഷൻ. എന്താണ്? 2 വാല്യൂസുകൾക്ക് ഇടയിൽ നമ്മൾ സബ്ട്രാക്ഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ആ 2 വാല്യൂസിൽ നമുക്ക് സബ്ട്രാക്ട് ചെയ്തിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടും. അതായത് എന്താണ്? റൈറ്റ് ഹാൻഡ് ഓപ്പറേറ്ററിൽ നിന്നും നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ഓപ്പറേറ്ററിനെ സബ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ വരുന്നതാണ് മൾട്ടിപ്ലിക്കേഷൻ. എന്താണ്? 2 നമ്പറിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വാല്യൂ കിട്ടും. മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ നോർമലി ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള സെയിം മൾട്ടിപ്ലിക്കേഷൻ. അതുപോലെ തന്നെ ഉള്ളതാണ് എന്ത്? ഡിവിഷൻ. നമുക്ക് 2 നമ്പറുകളെ എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാൻ പറ്റും ഡിവിഷൻ ഓപ്പറേറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. നമ്മൾ ഈ ഓപ്പറേറ്റേഴ്സൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ കോഡ് ചെയ്യുന്ന സമയത്ത് ഈ ഓപ്പറേഷൻസ് അല്ല, അതായത് അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെയല്ല സ്പെസിഫൈ ചെയ്യേണ്ടത്. പകരം ഓപ്പറേറ്റർ, ആ സിമ്പിളുകളാണ് നമ്മളവിടെ സ്പെസിഫൈ ചെയ്യേണ്ടത്. അതായത് നമുക്ക് 2 വാല്യൂസിന് തമ്മിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ 2 വാല്യൂസുകൾക്കിടയിൽ പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. മൈനസ് ചെയ്യണമെങ്കിൽ മൈനസ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ യൂസ് ചെയ്യുക. അങ്ങനെ. അടുത്ത 5ാമത്തെ ഓപ്പറേറ്ററാണ് മോഡുലസ്. മോഡുലസ് എന്താണ്? 2 നമ്പറുകൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും? മോഡുലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്ന സമയത്ത് റിമൈൻഡർ റിട്ടേൺ ആയിട്ട് കിട്ടും. അതായത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ 2 നമ്പർ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എന്താണോ റിമൈൻഡറായിട്ട് കിട്ടിയത്, എന്താണോ ശിഷ്ടമായിട്ട് കിട്ടിയത്, അതായിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുക. അടുത്തതാണ് എക്സ്പൊണൻറ്റ്. അതായത് നമ്മൾ ചെയ്യാറുണ്ട് പവർ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ 2 നമ്പേഴ്സ് കൊടുത്തിട്ട് അതിൻ്റെ ഇൻ ബിറ്റ്വീൻ നമ്മൾ ഈ എക്സ്പൊണൻറ്റിൻ്റെ ഓപ്പറേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ 2 നമ്പറിൻ്റെ പവർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ലാസ്റ്റ് വണ്ണാണ് ഫ്ലോ ഡിവിഷൻ. ഫ്ലോ ഡിവിഷൻ സിമ്പിൾ കോൺസെപ്റ്റാണ്. അതായത് നമ്മൾ 2 നമ്പറിനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസറിൽ ഡെസിമൽ പോയിൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? അത് റിമൂവ് ചെയ്തിട്ടുള്ള ഒരു ആൻസർ ആയിരിക്കും ഫ്ലോ ഡിവിഷനിൽ നമുക്ക് ഔട്ട്പുട്ടായിട്ട് റിട്ടേൺ കിട്ടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്: അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലസ്, എക്സ്പൊണൻറ്റ്, ഫ്ലോ ഡിവിഷൻ. ഇതാണ് ബേസിക് ആയിട്ടുള്ള അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. ജസ്റ്റ് നമ്മൾ ഇത്രയെങ്കിലും പഠിച്ചു വെക്കുക. അതിൻ്റെ ഓപ്പറേഷൻ എന്താണെന്ന് പഠിച്ചു വെക്കുക, ഡിസ്ക്രിപ്ഷൻ എന്താണെന്നുള്ളതും പഠിച്ചു വെക്കുക. 2ാമത്തെ പൈത്തൺ ഓപ്പറേറ്ററാണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ എന്താണ്? ഇതിലും നമുക്ക് കുറച്ച് ഓപ്പറേറ്റേഴ്സേ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്ക്രിപ്ഷനായിട്ട് എന്താ എഴുതേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക.
ഒന്നും പ്രത്യേകിച്ച് പൈത്തൺ ഓപ്പറേറ്റേഴ്സ് ഒന്നും നമ്മൾ ബൈ ഹാർട്ട് ആക്കി വെക്കരുത്. നമ്മളിത് മനസ്സിലാക്കി വെക്കുക. കാരണം ഇത് അത്രയും സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റാണ്. അത് നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന, റിലേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന കോൺസെപ്റ്റുകളൊക്കെയാണ് നമ്മുടെ ഈ ഓപ്പറേറ്റേഴ്സിന് അണ്ടറിൽ വരുന്നത്. അപ്പോൾ എന്താണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്? ആ പേര് പോലെ തന്നെ രണ്ട് വാല്യൂസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, രണ്ട് ഓപ്പറൻസിനെ നമ്മൾ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ താഴെയുള്ള ഓപ്പറേറ്റേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയേ. ആദ്യത്തെയാണ് ഈ രണ്ട് ഈക്വൽ ടു സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണ്? നമുക്കറിയാം, നമ്മളിപ്പോൾ മാത്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു വാല്യൂ ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ ജസ്റ്റ് ഒരു ഈക്വൽ ടു സൈനാണ് കൊടുക്കാറുണ്ടായിരുന്നത്. പക്ഷേ കോഡിങ്ങിൻ്റെ കേസിൽ, പൈത്തണിൻ്റെ കേസിൽ വരുന്ന സമയത്ത് രണ്ട് വാല്യൂസ് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ഈക്വൽ ടു സിമ്പിൾ ആവശ്യമായിട്ട് വരും. അതാണ് ഈക്വൽ ടു. ഇപ്പോൾ എനിക്ക് ചെക്ക് ചെയ്യണം എ എന്ന് പറയുന്ന വേരിയബിളിനകത്ത് കിടക്കുന്ന വാല്യൂവും ബി എന്ന് പറയുന്ന വേരിയബിളിനകത്ത് കിടക്കുന്ന വാല്യൂവും ഈക്വൽ ആണെന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെക്ക് ചെയ്താൽ മതി. ഇഫ് എ ഈക്വൽ ടു ബി, അങ്ങനെയാണെങ്കിൽ അതെന്താണ്, ഈക്വൽ ടു ആണെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് വരും. ഈക്വൽ ടു അല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, അതിനനുസരിച്ചുള്ള ഞാൻ കൊടുത്തിരിക്കുന്ന കോഡിനനുസരിച്ചുള്ള ഔട്ട്പുട്ടും വരും. അപ്പോൾ അതിനാണ് നമ്മൾ ഫസ്റ്റത്തെ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. രണ്ടാമത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, നോട്ട് ഈക്വൽ ടു. അപ്പോൾ എന്തായിരിക്കും നോട്ട് ഈക്വൽ ടു? രണ്ട് വാല്യൂസ് അല്ലെങ്കിൽ രണ്ട് ഓപ്പറൻസിൽ കിടക്കുന്ന വാല്യൂസ് ഈക്വൽ അല്ലല്ലോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ എയിൽ കിടക്കുന്ന വാല്യൂ 5 ആണ്, ബിയിൽ കിടക്കുന്ന വാല്യൂ 4 ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ചെക്ക് ചെയ്യാം ഇഫ് എ നോട്ട് ഈക്വൽ ടു ബി. എന്താണ്, ട്രൂ ഓർ ഫോൾസ്? ട്രൂ ആണ്. കാരണം എന്താണ്, എൻ്റെയും ബിയുടെയും വാല്യൂ ഈക്വൽ അല്ല. അപ്പോൾ എനിക്ക് എന്താ ഔട്ട്പുട്ട് കിട്ടും? ട്രൂ എന്ന് പറഞ്ഞിട്ട് ഔട്ട്പുട്ട് കിട്ടും. മൂന്നാമത്തെയാണ് ഏത്? ഗ്രേറ്റർ ദാൻ സിമ്പിൾ. ഗ്രേറ്റർ ദാൻ എന്തിനാണ്? നമുക്ക് രണ്ട് ഓപ്പറൻസ് കൊടുത്തിട്ട് ഫസ്റ്റത്തെ ഓപ്പറൻറ്റ് സെക്കൻഡ് കൊടുത്തേക്കുന്ന ഓപ്പറൻറ്റിനേക്കാളും ഗ്രേറ്റർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെയാണ് അടുത്ത ഓപ്പറേറ്റർ ലെസ് ദാൻ. ആദ്യം കൊടുത്തേക്കുന്ന, അത് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തേക്കുന്ന ഓപ്പറൻറ്റ് റൈറ്റ് സൈഡിൽ കൊടുത്തേക്കുന്ന ഓപ്പറൻറ്റിനേക്കാളും ലെസ്സർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ. അടുത്ത ഓപ്പറേറ്റർ ഏതാണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അതെന്താണ്, നമ്മൾ ഗ്രേറ്റർ ദാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ലെഫ്റ്റ് കിടക്കുന്ന വാല്യൂ റൈറ്റ് കിടക്കുന്ന വാല്യൂവിനേക്കാളും ഗ്രേറ്റർ ആണോ അല്ലെങ്കിൽ ഈക്വൽ ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണ്, എ എന്ന് പറയുന്ന ഒരു വേരിയബിളിൻ്റെ കയ്യിൽ 10 എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്, ബി എന്ന് പറയുന്ന വേരിയബിളിനകത്ത് 12 എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്യുവാണ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി. അതായത് എങ്ങനെയാണ്, നമ്മൾ നമ്പേഴ്സ് വെച്ച് നോക്കുന്ന സമയത്ത് 10 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി. അപ്പോൾ നമുക്കറിയാം എന്താണ്, 10 12നേക്കാളും ഗ്രേറ്റർ അല്ല, ലെസ്സർ ആണ്. അപ്പോൾ എൻ്റെ ഔട്ട്പുട്ട് എന്ത് വരും? ഫോൾസ് എന്ന് പറഞ്ഞ് വരും. കാരണം എന്താണ്, 10 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 12 അല്ല. അപ്പോൾ എൻ്റെ ഔട്ട്പുട്ട് എന്താണ്? ഫോൾസ് ആയിരിക്കും. അപ്പോൾ ഞാൻ വേറെ കേസ് നോക്കുകയാണ്. എയുടെ വാല്യൂ 10 ആണ്, ബിയുടെ വാല്യൂ 10 ആണ്. ഞാൻ ചെക്ക് ചെയ്യുവാണ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി. അപ്പോൾ നമ്പേഴ്സ് വരുമ്പോൾ എങ്ങനെയായിരിക്കും? 10 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും? എയുടെ വാല്യൂ ബിനേക്കാളും ഗ്രേറ്റർ ആണോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ നമ്മുടെ കേസിൽ എന്താണ്, എയുടെ വാല്യൂ ബിയുടെ വാല്യൂക്കാളും ഗ്രേറ്റർ അല്ല, കാരണം അത് സെയിം ആണ്, രണ്ട് വാല്യൂ സെയിം ആണ്. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ നോക്കും, അതായത് നമ്മൾ ഈക്വൽ ടു കണ്ടീഷൻ നോക്കും. എയുടെ വാല്യൂ ബിയുടെ വാല്യൂവിന് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ ആണോ? അതെ, കാരണം എയുടെയും ബിയുടെയും വാല്യൂ 10 ആണ്. അപ്പം നമ്മുടെ കണ്ടീഷൻ എന്തായി? സാറ്റിസ്ഫൈഡ് ആയി. നമുക്ക് ഔട്ട്പുട്ടായിട്ട് ട്രൂ എന്ന് പറഞ്ഞ് കിട്ടും. അതേ കോൺസെപ്റ്റ് തന്നെയാണ് ലാസ്റ്റത്തെ ഓപ്പറേറ്റർ ആയിട്ടുള്ള ലെസ് ദാൻ ഓർ ഈക്വൽ ടു. രണ്ട് വാല്യൂസിനെ കൊടുക്കും. ഫസ്റ്റത്തെ വാല്യൂ, അതായത് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന വാല്യൂ റൈറ്റ് സൈഡിൽ കിടക്കുന്ന വാല്യൂവിനേക്കാളും ലെസ്സർ ആണോ അല്ലെങ്കിൽ ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യും. ലെസ്സർ ആണോ അല്ലെങ്കിൽ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ട്രൂ എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് കിട്ടും. അതല്ല, നമ്മുടെ വാല്യൂ ലെസ്സറും അല്ല ഈക്വലും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്പുട്ടായിട്ട് ഫോൾസ് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ രണ്ട് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്, അരിത്തമെറ്റിക്കും കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സും.